പിന്നെ ലീവിന് വന്ന് പോക്കുമ്പോൾ ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം അന്നൊക്കെ ജമ്മു വരെ ട്രെയിനുള്ളൂ. പിന്നെ അവിടുന്ന് ട്രാൻസിറ്റ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യണം. ട്രാൻസിറ്റ് ക്യാമ്പിന് അവർ ഡീറ്റെയിൽ ചെയ്യും ബസ്സിന്. ആ ബസ്സിൽ കയറി അന്ന് ചിലപ്പോൾ കാശ്മീർ എന്തായാലും എത്തില്ല. ജമ്മുന്ന് ചിലപ്പോൾ റാംബണോ അല്ലെങ്കിൽ ബനിയാലോ 2 ട്രാൻസിറ്റ് ക്യാമ്പ് ഇടയിലുണ്ട്. അവിടെ എവിടെയെങ്കിലും ഹാൾട്ടാക്കി നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് കാശ്മീർ കൊണ്ടാക്കുക. ഇപ്പൊക്കെ ഒരുപാട് മാറി. ഇപ്പോൾ വന്ദേ ഭാരത് വേറെ കാശ്മീർ പോകാൻ തുടങ്ങി. അന്നത്തെ ടൂറിസ്റ്റുകളായാലും അന്ന് ആരും ഞങ്ങളൊന്നും കാണാറില്ല. അന്ന് ടൂറിസ്റ്റ് ആ പ്രദേശത്തില്ല. ആർട്ടിക്കിൾ 370 മാറിയതിന് ശേഷമാണ് അവിടെ എല്ലാം. ഇപ്പം നമുക്ക് പബ്ലിക്കിന് അവിടെ ലാൻഡ് മേടിച്ച് ബിൽഡിംഗ് വരെ ചെയ്യാം. അന്നൊന്നും പറ്റില്ല. അന്ന് അവിടുത്തെ ആൾക്കാർ ഇരിക്കുന്നത് ഗസ്റ്റ് പോലെയാണ്, അവരുടെ സ്വന്തം ഭൂമിയിൽ. പ്രകൃതിയിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ കാശ്മീർ തന്നെയാണ്. അത് അവിടെ പോയാലേ അറിയുള്ളൂ അതിൻ്റെ. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് താനുണ്ട്. അതെല്ലാം തീർത്തിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ. അതെ അതെ, എന്തായാലും. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ തീർച്ചയായും. കാരണം ഇപ്പോഴത്തെ ഭരണകർത്താക്കളുടെ കഴിവെന്ന് തന്നെ പറയാൻ പറ്റും. വേറെ ഒന്നും അതിനകത്ത് അധികമൊന്നും ഇല്ല. കാരണം ഈ 370 മാറ്റിയതോടുകൂടി അവിടുത്തെ കുറേ ആൾക്കാരുടെ ബലം നഷ്ടപ്പെടുകയും കേന്ദ്രത്തിൻ്റെ പവർ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അതെ അവർക്ക് പേടിയായി. കാരണം ഇനി ചെയ്താൽ പഴയ പോലെ നമ്മളുടെ ഇത് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഇപ്പോഴത്തെ സമാധാനം. പിന്നെ ഈ ബ്ലാസ്റ്റും മിലിറ്ററി അറ്റാക്ക് ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ അവിടെ തന്നെ വേണമെന്നില്ലല്ലോ. അപ്പോൾ അതെവിടെ നടക്കുന്നില്ലേ. ഇങ്ങനെയുള്ള ഓപ്പറേഷനുകളിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടോ? അതിനൊക്കെ QRTയിൽ പോകണോ? പലപ്പോഴും കോൺവോയായിട്ട് ആയിരിക്കുമല്ലോ പോവുക. അപ്പോൾ അതിനൊക്കെ അതിർത്തിയിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതിർത്തി യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ഔദ്യോഗികമായി നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓർഡിനൻസാണ് പറഞ്ഞല്ലോ. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാരങ്ങൾ അന്വേഷിക്കാനൊക്കെ ഞങ്ങളുടെ ടീമുകൾ പോകുന്നതിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്, പോകാറുമുണ്ട്. അപ്പോൾ ഈ 2 പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു പ്രാവശ്യം ലാൻഡ് സൈഡിൽ നിന്ന് രക്ഷപ്പെട്ടു. അതെങ്ങനെയായിരുന്നു? അത് അരുണാചൽ പ്രദേശിലായിരുന്നു. തവാങ്ങിൽ പോയപ്പോൾ സെക്കൻഡ് വാല്യതൊക്കെ കഴിഞ്ഞ് തവാങ്ങിൽ പോയപ്പോഴായിരുന്നു. അവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് കല്ലൂറിൻ്റെ വന്ന് നമ്മളെന്താ പറയുക, നമുക്ക് വേണ്ടി എന്തോ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയില്ലേ, എന്ന പോലെ ആയിരുന്നു. സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെടും. ഇപ്പോൾ ഈ സംഭവം നടന്നു, അതും രക്ഷപ്പെട്ടു. ഇപ്പോൾ ഒരു ലാസ്റ്റ് മന്ത് യാദൃശ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ആലത്തൂർ പുള്ളിയെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടാ ഞാൻ വരുന്നു പറഞ്ഞു. അപ്പോൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി നമ്മുടെ ചില്ലഞ്ചേരി അഴിക്കുളങ്ങര ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ആൽത്തറയുടെ അടുത്ത് ഈ പണ്ടത്തെ ഭാരം താങ്ങി കൊണ്ട് സാധനം ഉണ്ടല്ലോ, 2 കല്ല് വെച്ചിട്ട് മുകളിൽ കല്ല് വെച്ചിട്ടുള്ളത്, ചുമട് താങ്ങി അത്താണി എന്നൊക്കെ പറയും. അതിൻ്റെ സൈഡിൽ ഞാൻ കാർ ഇട്ടിട്ട് ഞാൻ 21 മിനിറ്റോളം ഞാൻ വണ്ടിക്കകത്തിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടും പുള്ളിയുടെ മാമൻ അവിടെ വന്നു. ഞങ്ങൾ സംസാരിച്ചു, ഒരു 10 മിനിറ്റ് സംസാരിച്ച് പിരിയാൻ നേരത്ത് അതുവരെ മാമൻ ആ ആൽത്തറയുടെ കല്ല് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാമ അങ്ങോട്ട് വാ, നമുക്ക് പിരിയാം എന്ന് പറഞ്ഞ് പുള്ളിയെ വിളിച്ച് കൈ കൊടുക്കുന്ന നിമിഷം ഒരു 3 ആൾ വണ്ണുകൊണ്ട് ആ വേപ്പ് മരം അങ്ങനെ പൊട്ടി മുകളിൽ വീഴണം. അതിൻ്റെ കട വന്നിട്ട് ആ മാമൻ ഇരുന്ന ഭാഗത്ത് കടയും അതിൻ്റെ ഫുൾ വെയിറ്റ് ഈ ചുമട് താങ്ങിൻ്റെ മുകളിലും അതിൻ്റെ ഒരു കമ്പ് റോഡിലും കുത്തി എൻ്റെ കാർ കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ കിടക്കുക. ഒരു 4 റോയിലും പറ്റാതെ കാർ ഞാൻ 2 ആളെയും തള്ളി താഴെ ഇട്ടു. 2 വീണതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഞാൻ താഴെ കുനിഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ 5ാമത്തെ അറ്റം ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞു.